കിടക്കാറായില്ലേ? വിച്ചോട്ടിന് ഉറങ്ങിട്ടോ? എല്ലാരും കിടന്നോ? അല്ല, ഇന്ദ്രേട്ടൻ എന്തായി ആലോചിക്കുന്നെ? ഹേയ്, ഒന്നുമില്ല. അന്ന് കോടതിയിൽ വെച്ച് നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ ഇപ്പം നമ്മൾ രണ്ടുപേരും എവിടെയായിരിക്കും എന്ന് ആലോചിക്കായിരുന്നു. അതൊന്നും ഇനി ആലോചിക്കണ്ട ഇന്ദ്രേട്ട. നമ്മൾ എങ്ങനെയൊക്കെ പോണെന്ന് നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കോ? കുറെ നാള് പിരിഞ്ഞു ജീവിക്കണമെന്ന് യോഗം ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഇന്നത്തെ ബുദ്ധിയും തന്റെ ഇടവും പണ്ടില്ലാതിരുന്നത്. അതെ, നമുക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അല്ലേ? നമ്മുടെ ചിന്തകളും തീരുമാനങ്ങളും മാറിയത്. ഇത് കുറച്ചുകൂടെ നേരത്തെ ആകായിരുന്നു അല്ലേ? ഏയ്, അതൊന്നും അങ്ങനെ ആവില്ലല്ലോ. നമ്മൾ അനുഭവിക്കേണ്ട കഷ്ടം നമ്മൾ തന്നെ അനുഭവിക്കണ്ടേ? വീണ്ടും ആ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോവാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇല്ല, അതിനി ഒരിക്കലും ഉണ്ടാവില്ല. ഇതുവരെ എനിക്ക് എൻ്റെ അമ്മയുടെ സന്തോഷമായിരുന്നു വലുത്. ഇപ്പം അങ്ങനെയല്ല. നമ്മുടെ മകന്റെ സന്തോഷത്തേക്കാൾ വലുതായി എനിക്ക് മറ്റൊന്നുമില്ല. ഞാൻ ശരിക്കും ഒരച്ഛനായത് ഇപ്പോഴാണ്. അപ്പോഴും നല്ലൊരു ഭർത്താവാൻ ഉദ്ദേശമില്ല അല്ലേ? ഞാൻ വിചാരിച്ചതേ എന്റെ ഏറ്റവും വലിയ സന്തോഷം നീയാണെന്ന് എന്റെ മുഖത്ത് നോക്കി ഒരു വട്ടെങ്കിലും പറയുമെന്ന്. അങ്ങനൊരു ഭംഗിവാക്ക് ഞാൻ നിന്നോട് പറയില്ല. അത് നീ എൻ്റെ ഈ നെഞ്ചിലൊട്ടി നിന്ന് അറിഞ്ഞാൽ മതി. അനു എന്ന എൻ്റെ സന്തോഷം ഈ ഇന്ദ്രന്റെ നെഞ്ചിനകത്ത്. അയ്യേ, ഉമ്മറത്ത് വെച്ചാണോ പ്രണയം? അതെ, വന്നേ പോയി കിടക്കാൻ നോക്കാം. ഞാനിപ്പോ കിടക്കുന്നില്ല. വാ വരാം. വാ ഇന്ദ്രേട്ടാ. വരാം.